ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കേഡറ്റ് വെരിഫിക്കേഷൻ, അപ്പൊ ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ ഏതൊക്കെ DE ഓഫീസിന് കീഴിലുള്ള വെരിഫിക്കേഷന്റെ തീയതികളാണ് എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നടന്ന കേഡറ്റ് പരീക്ഷ ഏതൊക്കെ DE ഓഫീസിന് കീഴിലാണോ അതത് DE ഓഫീസിലായിരിക്കും നമ്മുടെ വെരിഫിക്കേഷൻ ഉണ്ടാവുക അല്ലെ. അപ്പൊ അത് ഓരോ ജില്ലകളിലും ഏതൊക്കെ ദിവസങ്ങളിലാണ്, എത്ര മണിക്കാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിനായിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ജില്ലയിലെ ഓരോ DE ഓഫീസിനും എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കൊണ്ടുപോകേണ്ട രേഖകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ ടീച്ചർ എന്ന് പറയുന്ന ആദ്യത്തെ കടമ്പ ഏതാണ്? കേഡറ്റ് അല്ലെ. അത് നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. അടുത്ത ഘട്ടമാണ് എന്ത്? നമ്മുടെ LPUP. അപ്പോൾ LPUPക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം മെന്റർഷിപ്പ് ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. എക്സാം വരെ വാലിഡിറ്റി വരുന്ന പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പഠനം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ റിവിഷനും കൂടെ ടൈം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ആഴ്ചയും പോകുന്നത് കേട്ടോ. അപ്പോൾ വീക്കിലി റിവിഷൻ എക്സാംസ്, 50 മോഡൽ എക്സാംസ്, SCRT, NCRT, സബ്ജക്ട് വൈസ് മാരത്തോൺ സെഷൻസ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന സ്പെഷ്യൽ ബാച്ച് ആയിരിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസ് നോക്കാം. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ല GHSS ഹോസ്ദുർഗ്, ദുർഗ HSS കാഞ്ഞങ്ങാട്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അജാനൂർ, GHSS ബല്ല ഈസ്റ്റ് എന്നീ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കാറ്റഗറി 1 and 4 500841 മുതൽ 501160 വരെ. ഓക്കെ, അവർക്ക് തീയതി വരുന്നത് 2-ാം തീയതിയാണ്. 10 മുതൽ 4:30 വരെയാണ് വെരിഫിക്കേഷൻ. ഈ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഈ രജിസ്റ്റർ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് വെരിഫിക്കേഷനുകൾ നടക്കുക. അപ്പോൾ 2, 3, 4, 6, 7, 8, 9, 10 തീയതികളിലായിട്ട് വെരിഫിക്കേഷനുകൾ കാഞ്ഞങ്ങാട് നടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വെരിഫിക്കേഷനുകൾ നടക്കുന്നത് കാറ്റഗറി 1-ന്റെ 8, 9, 10 തീയതികളിലായിട്ടും കാറ്റഗറി 2-ന്റെ 1 മുതൽ 7 വരെ തീയതികളിൽ, കാറ്റഗറി 3-ന്റെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയും, കാറ്റഗറി 4-ന്റെ 9, 10 തീയതികളിലുമായിട്ടാണ് വെരിഫിക്കേഷനുകൾ നടക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ല നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ കൊട്ടാരക്കര, ഗവൺമെന്റ് ഹൈസ്കൂൾ സദാനന്ദപുരം, സെന്റ് മേരീസ് HSS കിഴക്കേക്കര, RVHSS വാളകം, MTHS4 ഗേൾസ് കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ 3 മുതൽ 7-ാം തീയതി വരെയാണ് നടക്കുന്നത്. കാറ്റഗറി 1-ന്റെ 3-ാം തീയതി, 2-ന്റെ 4-ാം തീയതി, കാറ്റഗറി 3-ന്റെ ജൂലൈ 6-ാം തീയതിയും, കാറ്റഗറി 4-ന്റെ ജൂലൈ 7-ാം തീയതിയുമാണ് വെരിഫിക്കേഷനുകൾ നടക്കുക. അതേപോലെ 2025 ഡിസംബർ മാസത്തിൽ കേഡറ്റ് വിജ്ഞാപന പ്രകാരം ചേർത്തലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ കാറ്റഗറി 1-ന് 4-ാം തീയതി, കാറ്റഗറി 2-ന് 6-ാം തീയതി, കാറ്റഗറി 3-ക്ക് 7-ാം തീയതിയും, കാറ്റഗറി 4-ന് 8-ാം തീയതിയുമാണ് വെരിഫിക്കേഷനുകൾ നടക്കുന്നത്. ഓക്കെ, അതേപോലെ ഇനി കോട്ടയം ജില്ലയുടെ നോക്കുന്ന സമയങ്ങളിൽ കാറ്റഗറി 1-ന് 2-ാം തീയതി, കാറ്റഗറി 3-ന് കാറ്റഗറി 2-ൽ തന്നെ രജിസ്റ്റർ നമ്പർ പ്രകാരമുള്ള ഡിവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പറിലുള്ളവർക്ക് 3-ാം തീയതിയാണ് വരിക. ഓക്കെ, കാറ്റഗറി 2-ന്റെ 640139 മുതൽ 640738 വരെയുള്ളവർക്ക് 4-ാം തീയതിയാണ് വെരിഫിക്കേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ രജിസ്റ്റർ നമ്പർ ഏതൊക്കെ ദിവസമാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, കാറ്റഗറി 3-ന് വരുന്നത് 7-ാം തീയതിയും കാറ്റഗറി 4-ന് 8-ാം തീയതിയാണ് വെരിഫിക്കേഷനുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സമയത്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തിരക്കുകളും കാര്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തരുന്നത്. പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് കൃത്യമായി ലഭിക്കും കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്